അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇതൊരു ഉത്സവം വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ട് കാണാം. ആയിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം ഗൈസ്. അപ്പോൾ പൂരത്തിൻ്റെ തലേ ദിവസത്തെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവൾ തയ്ച്ചുകൊണ്ടിരിക്കുക. തലേ ദിവസം ഗാനമേളയ്ക്ക് പോകാനുള്ളത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക ഡ്രസ്സിന് വേണ്ടി. അപ്പോഴാണ് അച്ചച്ചനും അമ്മമ്മയും വരുന്നത്. അപ്പോൾ അച്ചച്ചനാണെങ്കിൽ ഇപ്പോൾ തീരെ വയ്യ. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം, ഇപ്പോഴത്തെ അച്ചച്ചൻ്റെ ഫേസും അപ്പോഴത്തെ ഫേസും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വയ്യാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതിൻ്റെ അമ്മമ്മയാണ്. അപ്പോൾ അനിയത്ത് ഓൾക്കുള്ള ഡ്രസ്സൊക്കെ അടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗാനമേളയ്ക്ക് വന്നു. അപ്പോൾ അത് അമ്പലത്തിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ ഗാനമേളയ്ക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് പിറ്റേ ദിവസം ഒരിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ വന്നില്ല. അപ്പോൾ കുറേ സഹായിക്കാനുണ്ടാവും അപ്പോൾ അച്ഛന്. അപ്പോൾ അതുകൊണ്ട് അമ്മ വരാഞ്ഞത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അടുത്തുള്ള ചേച്ചിമാരെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗാനമേള കാണാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ ഗാനമേള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഇങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയൊന്നല്ല. അപ്പം അടുത്തുള്ള വീട്ടിലത്തെ ചേച്ചി ഒരു പേപ്പർ പോലത്തെ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനത്തെ പേപ്പർ കഷ്ണത്തിലാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇത് മമ്മൂട്ടിയുടെ ഒരു പടത്തിലത്തെ സോങ്ങാണ്. അപ്പോൾ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ നല്ല രസത്തിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഗാനമേളൊക്കെ ഉള്ള സമയത്ത് നിന്ന് കാണുമ്പോൾ നമ്മുടെ കാലും ഒക്കെ കടക്കില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ പാട്ടിന് ഭയങ്കര തുള്ളലാണ് ഓപ്പോസിറ്റ് സൈഡ്. ഭയങ്കര ഇതൊക്കെ ഞങ്ങളെ നാട്ടിലെ കുറച്ച് പിള്ളേരാണ് കേട്ടോ. അപ്പോൾ അവരെ ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ തുള്ളാൻ പോയിട്ടുണ്ടാവുമെന്നാവും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊപ്പം വന്നിട്ടുള്ള നാട്ടിൽ രണ്ട് ചേച്ചിമാരുണ്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് വരാൻ. അപ്പം ഞങ്ങൾ വരാത്തത് കണ്ടപ്പോൾ ചേച്ചി തന്നെ ഒറ്റയ്ക്ക് പോയിട്ട് തുള്ളിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ പൂരാകുമ്പോൾ ഉള്ള വിശേഷവും കാര്യങ്ങളും ഇതിനിടയിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തലേ ദിവസം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ചേച്ചിമാർ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ട് ആക്കി തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരൊപ്പം പോവുകയാണ്. അപ്പോൾ തിരിച്ച് ഇങ്ങനെ ഒരു പാടത്തിൽ കൂടെ വേണം കയറി പോവാൻ. കഴിഞ്ഞ് പിറ്റേ ദിവസം കാണാൻ ഇനി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അമ്മ ഒരിക്കലും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ അമ്പലത്തേക്ക് നേരത്തെ പോയി തൊഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വീടിൻ്റെ അവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ട് ഈ അമ്പലത്തേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് വരുന്ന നേരത്ത് ഒരു കാറ് കിട്ടി. അമ്മയ്ക്ക് അറിയുന്ന ഒരു ചേട്ടൻ്റെ കാറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എളുപ്പം വന്ന് ഇവിടെ എത്തി, അമ്പലത്തേക്ക് എത്തി ഗായ്സ്. അപ്പോൾ എനിക്കാണെങ്കിലോ രാവിലെയൊക്കെ കുളിച്ചതിൻ്റെ മുഖം എല്ലാം വീർത്തിരിക്കുന്ന പോലെ ആയിരിക്കും. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ ഫേസ് കണ്ടില്ല, ആകെ വീർത്തിരിക്കുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ അമ്പലത്തേക്ക് എത്തിയിട്ട് അപ്പോൾ അവിടെ അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ആ ഒരുക്കലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ തൊഴാൻ വേണ്ടി നിന്നു. തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പം ഞങ്ങൾ നടന്നു വരുന്ന വഴിയിൽ ഒരു വീടുണ്ടായിരുന്നു. അയ്യോ, എന്ത് പൂക്കളായിരുന്നു ആ വീട്ടിൽ വെച്ചിട്ടാണ്. നല്ല രസമുള്ള പൂക്കളായിരുന്നു. ഞങ്ങൾക്കാണെങ്കിലോ കണ്ടപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ അത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി, പൂന്തോട്ടം. അമ്മ ഫ്രണ്ടിലുണ്ട്, ഞങ്ങൾ ബാക്കിൽ വീഡിയോ എടുത്തുകൊണ്ട് നടന്നു വരികയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുളവും അല്ല കിണറും അല്ല, അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഇതിൽ കുറേ പേര് വീണെന്നൊക്കെ പറഞ്ഞ് കഥകളുണ്ട്. എനിക്ക് പണ്ടും ഇത് പേടിയാണ്. ഈ ഒരു ഭാഗം എത്തിയാൽ ഞാൻ കണ്ണടച്ചിട്ട് നടക്കുക. വേനൽക്കാലം ആയതുകൊണ്ടാണ്, വെള്ളം ഉണ്ടാവാറുണ്ട് അതിലിടയ്ക്ക്. അപ്പോൾ ഗൈസ്, എന്തായാലും ഞങ്ങൾ റോട്ടിൽ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വഴി കൂടെ നമ്മൾ റോട്ടിലേക്ക് കയറണം, മെയിൻ റോട്ടിലേക്ക് കയറണം. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി വല്ല വണ്ടി കിട്ടി അല്ലെങ്കിൽ ആ കയറ്റും കുന്നൊക്കെ ഞങ്ങൾ കയറി ഇങ്ങനെ പോകണം. ഞങ്ങളങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ കയറ്റത്ത് കൂടെ നടന്നു വന്നു. പക്ഷേ ഇതിൽ കൂടെ പോകുമ്പോൾ ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ്, നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓരോന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് എന്തോ ഒരു പോവാൻ എനിക്കറിയില്ല. ഇത് എന്ത് പോവാന്നറിയില്ല. ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അറിയില്ല അത് എന്ത് പോവാണെന്ന് എനിക്കറിയില്ല. ഞാനും അമ്മയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മ ദാ മയിലിനെ കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തു. നല്ല രസമില്ലേ 3 മയിൽ. ഞങ്ങളെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണ് ഇങ്ങനെ മയിൽ കാണുക. ഈ കോഴികളുടെ പോലെയാണ് മയിൽ നടക്കുക വീടിൻ്റെ അടുത്ത് കൂടെ ഒക്കെ. അങ്ങനെ കുറച്ചൊക്കെ കയറ്റം കയറി ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ കിട്ടിയത്. അപ്പോൾ അതിൽ കയറിയപ്പോൾ ഒരു സമാധാനമായി. കാലിങ്ങനെ കടഞ്ഞ് നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു. അപ്പത്തിനൊരു ഓട്ടോറിക്ഷ കിട്ടിയത്. അപ്പോൾ സന്തോഷമായി ഞങ്ങൾക്ക്. അപ്പോൾ തൊഴാൻ പോകുമ്പോഴും തിരിച്ച് തൊഴുത് വരുമ്പോഴും ഞങ്ങൾക്ക് വണ്ടി കിട്ടുക.
അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഉച്ചത്തെ ഫുഡും കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ പൂരത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓട്ടോ ഒത്തിരി കൂടുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്ന് പോവുകയാണ് സംസാരത്തിൽ. സമയം ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അച്ഛനും അമ്മമ്മയാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കാണുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ സെൻറ്ററിൽ നിന്ന് തന്നെ ഈ ഉത്സവപ്പറമ്പിലേക്ക് എത്താൻ അത്യാവശ്യത്തിന് നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെടിക്കെട്ടൊക്കെ ഞാൻ കണ്ടത് ഈ ഒരു പരിപാടി ഈ ഒരു റോട്ടിൽ വെച്ചിട്ടായിരുന്നു വെടിക്കെട്ട് കണ്ടത്. ഫുള്ള് മരങ്ങളായതുകൊണ്ട് അതൊന്നും കാണാനൊന്നും പറ്റിയില്ല നേരം പോലെ. അപ്പം ഞാൻ വിചാരിച്ചായിരുന്നു അതൊക്കെ വീഡിയോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പം ഞാനും അനിയത്തിയാണെങ്കിലോ സാധാരണ പൂരത്തിന് പോയാൽ ഇങ്ങനെ തുള്ളാറൊന്നുമില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ പൂരത്തിന് പോയപ്പോൾ ഞാൻ പിന്നെയും നേരം പോലെ ഒന്ന് ഡാൻസ് കളിച്ച്. അവൾ തീരെ വന്നില്ല, അധികമൊന്നും വന്നില്ല, അവളിങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഇവിടുന്ന് ഈ റോട്ടിൽ നിന്നാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് പാടാണ്. അപ്പോൾ ആ പാടത്തു നിന്നൊക്കെ ഈ തുള്ളാനൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് പൊടികളും കാര്യങ്ങളും. അപ്പോൾ ആ പൊടിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഗായ്സ് പിറ്റേ ദിവസം എണീക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മെല്ലെ ഈ ഒരു റോഡ് സൈഡിൽ നിന്ന് മാക്സിമം ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഡാൻസ് കളിക്കുന്നത് അച്ഛൻ്റെ അനിയനാണ് കേട്ടോ. ഈ കൈ പൊന്തിച്ചുള്ളത് എൻ്റെ പാപ്പനാണ്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് കുറേ നേരം നിന്ന് തുള്ളി കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഉണ്ടായപ്പോഴത്തേനും എനിക്കിങ്ങനെ കാലൊക്കെ അത് വെച്ചാൽ കുറേ 4 മണിക്കൂറോളം ഇങ്ങനെ നിന്ന് വരികയാണ്. അപ്പം അനിയത്തി അങ്ങനെ വന്നില്ല. ഓൾ പറഞ്ഞ് വീഡിയോ എടുത്തുതരാം. ഓൾ അമ്മയുടെ ഒപ്പം ഇങ്ങനെ നടന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ പൂരപ്പറമ്പിലെത്തിയപ്പോൾ കുറേ കമ്മലും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ ഞാനതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഞാനൊരു ഐസ്ക്രീം അമ്മ വാങ്ങിച്ചത് പകുതിയായപ്പോൾ അമ്മയ്ക്ക് വേണ്ട പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ച്. എനിക്കിങ്ങനെയാണ്, ആരെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാലാണ് അത് വാങ്ങിച്ച് കഴിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അമ്മയുടെ നിന്ന് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ച് തിന്നിട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പാനിപ്പൂരി കഴിക്കാനുള്ളടത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നി. അപ്പം ഞങ്ങൾ എന്തായാലും അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും അത് വാങ്ങിച്ച് കഴിച്ച്. പണ്ടൊക്കെ ആണെങ്കിലോ ഈ ഉത്സവപ്പറമ്പിൽ നിന്ന് പോകുമ്പോൾ ഞാൻ കവറ് നിറച്ച് സാധനങ്ങളായിട്ടായിരുന്നു പോയായിരുന്നു. എന്നെക്കൊണ്ട് പറ്റാവുന്ന ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പൊരിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതായിട്ട് ഇനിയിപ്പോൾ ആ കയറ്റം കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ഓക്കെ, ബൈ.